ശ്യാമളാദേവിയുടെ സർവൈശ്വര്യ പ്രദായകത്വ വർണ്ണന. പാണിപത്മദ്വയേനാക്ഷമാലാമഭീസ്ഫാടകീം ജ്ഞാനസാരാത്മകം പുസ്തകഞ്ചാങ്കുശം പാശമാബിഭ്രതീയേന സഞ്ചിന്യസേ ചേതസാ തസ്യ വക്ത്രാന്തരാത് ഗദ്യപദ്യാത്മികാ ഭാരതീ നിസ്സരേത്. കാന്തിയിൽ താമരകളോടിടയുന്ന തൃക്കരങ്ങളിൽ ഒന്നിൽ സ്ഫടികമണിമാലയെയും മറ്റൊന്നിൽ ജ്ഞാനസ്വരൂപമായ പുസ്തകത്തെയും മറ്റിരു കൈകളാൽ തോട്ടി, കയർ എന്നിവയെയും ധരിച്ചിരിക്കുന്നവളായി സരസ്വതി രൂപിണിയായി ആരാലാണോ ഭഗവതി മനസ്സുകൊണ്ട് ധ്യാനിക്കപ്പെടുന്നത് അവൻ്റെ മുഖത്തുനിന്നും ഗദ്യപദ്യമയിയായ സാഹിത്യം ഒഴുകിക്കൊണ്ടിരിക്കും. യേന വായാവകാഭാകൃതിർഭാവ്യസേ തസ്യ വശ്യ സ്ത്രീയ പുരുഷഃ. ആരാലാണോ ചെമ്പഞ്ഞിച്ചാറിൻ്റെ അരുണശോഭയുള്ളവളായി ഭുവനേശ്വരിയായി അവിടുന്ന് ധ്യാനിക്കപ്പെടുന്നത് അവന് സ്ത്രീ പുരുഷ സങ്കുലമായ മനുഷ്യ സമൂഹം മുഴുവൻ വശ്യമായിത്തീരും. യേന വാശാതകം ബദ്യുതിർഭാവ്യസേ സോഭിലക്ഷ്മി സഹസ്രൈ പരിക്രീഡതേ. യാതൊരുത്തനാൽ അവിടുന്ന് സുവർണ തേജോരൂപിണിയായി മഹാലക്ഷ്മിയായി ഭാവന ചെയ്യപ്പെടുന്നുവോ അവൻ സകലവിധ ഐശ്വര്യങ്ങളോടും കൂടിയവനായി ആനന്ദിക്കുന്നു. കിന്നസിദ്ധ്യേന്ദുഭൂശ്യാമളം കോമളം ചന്ദ്രചൂഡാന്വിതം താവകം ധ്യായത തസ്യ ലീലാസരോവാരിധി തസ്യ കേളീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂതലം തസ്യ ഗീർദേവതാ കിങ്കരി തസ്യ ചാജ്ഞാകരി ശ്രീ സ്വയം. ആരാണോ നിൻ തിരുവടിയെ മാണിക്യ ശോഭയിൽ അയലുന്ന ശ്യാമാഭയോടെ കോമള ശരീരിണിയായി ചന്ദ്രക്കലയെ ശിരസിൽ ധരിച്ചിരിക്കുന്നവളായി ധ്യാനിക്കുന്നത് അവന് എന്തു സിദ്ധിക്കുകയില്ല. അങ്ങനെയുള്ള ഭക്തന് സമുദ്രം കളിപ്പൊയ്കയും നന്ദനവനം കളിത്തോപ്പും ഭൂമിതലം സിംഹാസനവും സരസ്വതി കിങ്കരിയും മഹാലക്ഷ്മി ആജ്ഞാനുവർത്തിനിയും ആയിത്തീരുന്നു.